എല്ലാരും അടിച്ചു കയറി വാ. ലാലിനെ പോലുള്ളൊരു വ്യക്തി അവിടെ ചെല്ലുന്ന സമയത്ത് എവിടെന്നെങ്കിലും ഇതുപോലെ നിങ്ങളിപ്പോൾ ഈ കാണുന്ന പോലുള്ളതാണ് അതിൽ തുടങ്ങും യൂണിഫോം ഇട്ട് അതിന് പോയി എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. ഇങ്ങനെയുള്ള സമയത്ത് നിങ്ങൾ എന്തുകൊണ്ട് ഈ ജനങ്ങൾ ഇവിടുത്തെ ഈ തലയ്ക്കകത്ത് വിഷം കയറ്റി വെച്ചിരിക്കുന്ന വിദ്വേഷത്തിന്റെ വിഷം കയറ്റി വെച്ചിരിക്കുന്ന ഈ വ്യക്തികൾക്ക് നമുക്കിതെന്താ ചെയ്യാം, എങ്ങനെ എന്താണെന്നുള്ളത് നോക്കാം. അപ്പം നമ്മളെക്കുറിച്ച് പോലും നമ്മൾ ചിന്തിക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി ചിന്തിക്കണമെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു മനസ്സ് വേണം. എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേക്ക് ബ്ലോക്ക് ആയതാ. അതിനിടെ ചിലന്മാർ കമന്റ് ഇട്ടിരിക്കുന്നു, അത് മൂന്നുകൂടി കള്ളപ്പണമായിരിക്കും. അപ്പം അവൻ്റെ ജോലി അതാണ് ഈ കള്ളപ്പണം മാറ്റലും ഇതൊക്കെ ആയിരിക്കും. ഈ യൂണിഫോം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് അവകാശപ്പെട്ടിട്ടുള്ളതാണ്. അത് വേണ്ട സ്ഥലത്ത് നമുക്ക് യൂസ് ചെയ്യാനുള്ള അധികാരമുണ്ട്, അവകാശമുണ്ട്, അതിൻ്റെ ഓർഡേഴ്സ് ഉണ്ട്. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാൽ പോരെ. വെറുതെ വടി കൊടുത്ത് അടി മേടിക്കണോടാ. പക്ഷേ ഈ കാണുന്ന ഇതുപോലെ കേസ് കൊടുത്തു എന്ന് പറഞ്ഞൊരു പേരും പ്രശസ്തനാണെന്ന് നടക്കുക, ഇത് പട്ടാളക്കാരനല്ല. ഇവൻ ഒരിക്കലും യുദ്ധഭൂമി കണ്ടിട്ടില്ല. എന്താ ഉറക്കം വരുന്നു. ഇവൻ അവിടെയുള്ള അടുക്കളുടെ പിന്നാമ്പുറത്തോ അല്ലെങ്കിൽ കക്കൂസിൻ്റെ ക്ലീനിങ്ങിലോ എവിടെയെങ്കിലൊക്കെ ആയിരിക്കും. എങ്ങനെയെങ്കിലും ആരും അറിയാതെ 15 കൊല്ലം സർവീസ് ചെയ്യുക, എന്നിട്ട് പുറത്തേക്ക് വരാം, പെൻഷൻ വാങ്ങിക്കുക, എന്നിട്ട് 1-ാം തീയതി ഈ കള്ളും എടുത്തിട്ട് വിൽക്കാൻ നടക്കുക. ശവത്തി കുത്തരുത്. അപ്പൊ താൻ ആരാണെന്ന് സ്വയം ഒരു ബോധം ഉണ്ടല്ലോ, നന്നായി. ജാതിക്കും മതത്തിനും അതീതമായിട്ടും പാർട്ടിക്കും അതീതമായിട്ടും നിങ്ങൾക്ക് മനുഷ്യത്വമാണ് വേണ്ടെന്നുള്ള പറഞ്ഞു കഴിഞ്ഞാൽ അതറിയാത്ത കുറേ എണ്ണമുണ്ട് ഇവിടെ. നമ്മളെയാണല്ലോ മച്ചമ്പി. ലാലിന് ഷോ ഓഫ് ചെയ്യേണ്ട ആവശ്യമില്ല. ലാലിന്നിപ്പോൾ ഒന്നുമില്ല, വെറുതെ മുണ്ടിച്ചിട്ട് നടന്നാലും മതി, ലാലിൻ്റെ പുറകെ ലക്ഷങ്ങൾ വരും. പിന്നെ ലാൽ ഈ യൂണിഫോം ഇടേണ്ട ഒരു ആവശ്യമില്ല. വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. എൻ്റെ മാനസികാവസ്ഥ എന്താണ് ഇവിടെ? എന്നിട്ട് എൻ്റെ യൂണിഫോം ഞാൻ പറഞ്ഞ് മൂക്കി കയറ്റും, അല്ലാതെ ഇപ്പം എനിക്കൊന്നും പറയാനില്ല. ആ പഴയ കാലമൊക്കെ ആയിരുന്നെങ്കിൽ വേറൊരു ലാംഗ്വേജ് ഒക്കെ യൂസ് ചെയ്യും. പക്ഷെ എന്റെ പൊന്നോ വേണ്ട. മേജരവി യൂണിഫോം ഇട്ടു. എടാ മോനെ, 24 വർഷം സർവീസ് ചെയ്ത് ഗ്യാലറി മെഡലും വാങ്ങിച്ചു വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. ഞാൻ ചെയ്ത ഓപ്പറേഷൻസിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൻ അതിൻ്റെ മുകളിൽ പറയും തള്ളാണെന്നുള്ളത്. നീക്കൊന്ന് എൻ്റെ കൂടെ കാശ്മീരിൽ വാ, അപ്പോൾ പറഞ്ഞുതരാം ഞാൻ ആരാന്നുള്ളത്. ഞാൻ പറയണ്ട. ഞാനിപ്പോൾ എനിക്കിപ്പം വലിയ മുന്നോട്ടുള്ള ഇതിനകത്തൊരു ഇതുവരെ ഭയപ്പെട്ടിട്ടില്ല. പിന്നെ ഇതുപോലുള്ള ചീല കേസുകളൊക്കെ വരുന്ന സമയത്ത് ഞാൻ ആലോചിക്കുക, ഇവർ മുഖ്യമന്ത്രിക്ക് ലെറ്റർ കൊടുത്തു, പ്രധാനമന്ത്രി കാത്തിരിക്കുകയാണ്. മേജർ യൂണിഫോം ഇട്ടിട്ടുണ്ട്, എന്നിട്ട് ഇയാൾക്ക് തൂക്കിയുള്ള ഓർഡറും കൊടുക്കണം എന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എവിടെ പോണു? അപ്പോൾ ഈ വിവരമില്ലാത്തവർ ചെയ്യുന്നത് ഇന്നിപ്പോൾ എന്താ ഒരു സംസാര വിഷയമായി. ഇന്ന് എൻ്റെ 20 മിനിറ്റ് 30 മിനിറ്റ് ഇപ്പം തൻ്റെ കൂടെ ഇരുന്നിട്ട് എൻ്റെ സമയങ്ങളാണ്. ഇതെല്ലാം ഉണ്ടായത്. ആലോചിച്ച് നോക്കി, ഇതൊക്കെ ഒന്നും മാനസികമായിട്ട് നമ്മൾ അവിടെ പോകുമ്പോഴേ അറിയണോ. അല്ല എവിടെ ഇരുന്നിട്ട് ഈ ഫേസ്ബുക്കിൽ ഇരുന്നിട്ട് തൊള്ളയത്തൊന്ന് പറയുന്നവന് അവനറിയില്ല അവിടെ പോയാൽ എങ്ങനെയാണെന്നുള്ളത്. പറയാണ്, നിങ്ങൾക്കൊന്നും മനസാക്ഷിയില്ല. നിങ്ങൾ എന്തിനോ ഏതോ ഒരു നികൃഷ്ട ജന്മമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല. വാ, സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.